വലിയ നേതാക്കൾ, ജില്ലാ നേതാക്കൾ രാജീവിനെപ്പോലുള്ള അവരൊക്കെ ഇവിടുന്ന് ഇനിയും സംസാരിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ എൻ്റെ ഒരു മനസ്സിലുള്ള അതിൻ്റെ ഒരു വലിയ ജ്വലനമുണ്ട്. ഞാനിവിടെ അതിനെ അവതരിപ്പിക്കാനും ആവിഷ്കരിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ചിലതൊക്കെ ചരിത്രപരമാണ്, ഹിസ്റ്റോറിക്കൽ. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ശ്രീ VS ജോയിയുടെ വിജയം, UDFിൻ്റെ വിജയം. ചരിത്രം എഴുതുന്നവരുണ്ട്, ധാരാളമുണ്ട്. ചരിത്ര പുസ്തകങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. ചരിത്രം സൃഷ്ടിക്കുന്നവരുമുണ്ട്. ആവർത്തിക്കുന്ന ചരിത്രം എഴുതുന്നവരുണ്ട്. നേടിയെടുത്തിരിക്കും. നിങ്ങളുടെ ചെയർമാൻ ഇവിടെ അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ സ്വാഗത പ്രസംഗത്തിൽ മിസ്റ്റർ സുരേഷ് ഇവിടെ നേരത്തെ തന്നെ നിങ്ങളെയൊക്കെ അഭിനന്ദിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുമോദിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് നിങ്ങൾ അതിലൂടെ നേടിയെടുക്കുകയും നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്തു ആ നിശ്ചയദാർഢ്യം നിങ്ങൾ നേടിയെടുക്കുകയും തീർച്ചയായും ഇന്നലെ കേരളത്തിൽ വലിയൊരു പരിവർത്തനത്തിൻ്റെ പടഹധ്വനി മുഴക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശൻ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മന്ത്രിമാർക്കൊപ്പം പ്രതിജ്ഞ ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ജനങ്ങൾ കാത്തിരുന്ന ഒരു മാറ്റമാണ്. നമ്മളന്ന് പറഞ്ഞിരുന്നു ജനങ്ങളോട്, തവനൂർ മാറും, തവനൂരിൽ ജയിക്കും, കേരളം ജയിക്കും. ഇത് രണ്ടും ചേർത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അഭിമാനവും ചെറുതാണ്, വളരെ വലുതാണ്. പ്രത്യേകിച്ചൊക്കെ ചിന്തിച്ചു നോക്കിയാൽ എവിടെ നിന്നൊക്കെയോ വോട്ട് വന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ അഹങ്കരിക്കാനല്ല, കൂടുതൽ വിനയാന്വിതരാകാൻ. കാരണം ഇങ്ങനെ ഒരു മാറ്റം വേണമെന്ന് കൊതിച്ചവരൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മാറ്റം മോഹിച്ചവരുടെ ഒക്കെ വോട്ട് കിട്ടി എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിനപ്പുറത്തും ഒക്കെയുള്ള മേഖലകളിൽ നിന്ന് ആ വോട്ടിന്റെ പ്രവാഹമുണ്ടായി എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകളാണ്, പ്രത്യാശകളാണ്, കുന്നോളം പ്രത്യാശയാണ്. കണ്ടില്ലേ, ഇന്നലെ മന്ത്രിസഭ പ്രതിജ്ഞ ചെയ്തപ്പോഴേക്ക് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എങ്കിൽ പോലും ഏറ്റവും വിഷമിക്കുന്നവരെ പരിഗണിക്കുന്ന തീരുമാനമാണ് ഏറ്റവും ആദ്യമുണ്ടായിട്ടുള്ളത്. ഏറ്റവും വിഷമിക്കുന്നവരെ ആരാണ്? ഏറ്റവും വിഷമിക്കുന്നവർ ഏറ്റവും കുറഞ്ഞ വേതനത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശമ, അതുപോലെ തന്നെ അംഗൻവാടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അവിടുത്തെ ജീവനക്കാർ, ഹെൽപ്പർമാർ, ആയമാർ, പാചകത്തൊഴിലാളികൾ, മാസം തോറും അവർക്കുണ്ടായിട്ടുള്ള വർധനവ് ചെറിയ വർധനവല്ല. ഞാൻ ഈ പൊന്നാനിയിൽ നിന്ന് ലോക്സഭയിൽ എത്തിയതിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. സഭയിൽ നടത്തിയ ഇടപെടലുകളിൽ പ്രധാനപ്പെട്ട ഇടപെടലുകളിൽപ്പെട്ട ഒരിടപെടൽ എൻ്റെ ഓർമ്മയിൽ വരുന്നത്, മറ്റെല്ലാവരും ഒരുപാട് ശ്രദ്ധിച്ച സോഷ്യൽ മീഡിയയിൽ എൻ്റെ എളിയ സംസാരം വൈറലായി തീർന്നത് അംഗൻവാടി വർക്കർമാരെ കുറിച്ച് ലോക്സഭയിൽ നടത്തിയിട്ടുള്ള സംസാരമാണ്. എൻ്റെ ഒരു പാർലമെന്റ് പ്രസംഗത്തിൻ്റെ ചുവട്ടിലുള്ള കമന്റ് കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞത് അന്ന് മാത്രമാണ്. നൂറുകണക്കിന് കമന്റായിരുന്നു എൻ്റെ ചുവട്ടിൽ. സംസ്ഥാനത്ത് ഒട്ടുക്കുള്ള അംഗൻവാടി വർക്കർമാർ, നിങ്ങളത് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചല്ലോ.
ലോക്സഭ വളരെ ശ്രദ്ധിച്ചാണ് എൻ്റെ ആ എളിയ വാക്കുകൾ കേട്ടത്. അതിൻ്റെ ഇടയിൽ ഞാനപ്പോൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനന്ന് പറഞ്ഞു കേരളത്തിൽ ഇത്രയുള്ള വേതനം മാസം. അപ്പോൾ ഒന്ന് രണ്ട് ഉത്തരേന്ത്യൻ എം പിമാർ എഴുന്നേറ്റും എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ. അവർ ചോദിച്ചു കേരളത്തിൽ അത്ര ഉണ്ടോ? അപ്പോൾ അവരുടെ സ്റ്റേറ്റിൽ അത്രയില്ല. അതിൻ്റെ ചോട്ട് അംഗൻവാടി വർക്കേഴ്സിൻ്റെ ആ കമൻസ് അതിൽ വായിക്കേണ്ടതാണ്. കോട്ടക്കൽ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ചാലും ഈ അംഗൻവാടി വർക്കർമാർക്ക് ഒരു ട്രെയിനിങ് കൊടുത്തിരുന്നു മാസങ്ങളോളം. അവരവിടെ താമസിച്ചു. എല്ലാ ദിവസവും രാവിലെ വീട്ടിലെ അംഗൻവാടി വർക്കർമാരുടെ കൂട്ടമായിരുന്നു ദിനേന. അവർ വരും കാണും, അവർക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഈ സമൂഹത്തിൽ എങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത, എന്നാലോ ഈ അംഗൻവാടി വർക്കർമാരെ കൊണ്ടാണ് എല്ലാവരും എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുക. ഇപ്പോൾ പഞ്ചായത്തിലേക്ക് നോക്കിയാൽ അവരെല്ലാ കാര്യത്തിനും പഞ്ചായത്ത് ബോർഡുകൾ വരെ നിരവധി ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കും. അവർക്ക് എന്താണ് കിട്ടുന്നത് എന്ന് ആലോചിക്കില്ല. അവർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു, ആശമാർക്ക് 3000 വർദ്ധിപ്പിച്ചു. എല്ലാം കൂടി വരുമ്പോൾ അവർക്കൊരു മെച്ചമാണ്, കുറച്ചെങ്കിലും മെച്ചമാണ്. അപ്പൊ സമൂഹത്തിലെ ഏറ്റവും വിഷമിക്കുന്നവരെ പരിഗണിക്കുന്ന ഒരു സർക്കാരാണ് ഇന്നലെ തിരുവനന്തപുരത്ത് അധികാരമേറ്റത് എന്നുള്ളത് വെറും വാക്കല്ല, അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നമ്മൾ തുടങ്ങണം. പരാധീനതൊക്കെ ഉണ്ട്. അതിപ്പോൾ കേരളം എവിടെ നിൽക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്നലത്തെ മന്ത്രിസഭ യോഗത്തിലെ ഒരു തീരുമാനം സാമ്പത്തിക സ്ഥിതി വിശദീകരിക്കുന്ന ധവളപത്രം, വൈറ്റ് പേപ്പർ ഇറക്കുന്നതാണ്. കാരണം തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. വാഹനത്തിൽ സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട യാത്രയുടെ സൗജന്യ യാത്രയും അതും ഇതാ ഡേറ്റ് പറഞ്ഞിരിക്കണം. ഇന്നത്തെ പത്രങ്ങളിലും ഇന്നലത്തെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ അത് റിപ്പോർട്ടുണ്ട്. ഞാൻ ഈ വിശദീകരണത്തിലേക്കൊന്നും കടക്കല്ല, അതല്ല നമ്മുടെ ഇന്നത്തെ വിഷയവും. ഞാൻ പറഞ്ഞു പോവാണ്. ഇതൊക്കെയാണ് നമ്മൾ ജനങ്ങളോട് പറഞ്ഞത്. പ്രയാസപ്പെടുന്നവർ, തവനൂർ മാറും അതോടൊപ്പം കേരളം മാറും എന്നൊക്കെ എന്നെപ്പോലെ നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരെയും പോലെ വേദിയിലുള്ള നേതാക്കൾ നമ്മളൊക്കെ ജനങ്ങളോട് സംസാരിച്ചപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ വാക്ക് പോലെ മൈൽസ് ടു ഗോ, ഒരുപാട് മൈലുകൾ ഇനി നടന്നു തീർക്കാനുണ്ട്. അത്രയേറെ കുത്തഴിഞ്ഞ് കിടക്കുന്ന സംവിധാനത്തിൽ നിന്ന് ഒരു പുതിയ യുഗം, നവകേരളം കെട്ടിപ്പടുക്കാനുള്ള ദൃഢപ്രതിജ്ഞയാണ്. അതുമാണ് അതേസമയം ഒരു സന്തോഷവുമാണ്. അതല്ലേ സംസാരിക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെ എന്താ ഒന്നും സംസാരിക്കാനില്ലല്ലോ എന്ന ഒരു വികാരമാണ് ഈ വേദി ഇപ്പോഴും എന്നെ മനസ്സിലാക്കാനുള്ളത്. എന്താ പറയുക, എന്താ പറയേണ്ടത്? പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പൊലിമ കളയണം. ഞാൻ പറഞ്ഞിട്ട് പറ്റുള്ളവർ പറയുന്നത് പറ്റില്ല. പറ്റുന്നവരൊക്കെ പറയേണ്ടവരാണ്. നമ്മൾ സാഹിബ് സംസാരിച്ചപ്പോൾ നേടിയ വിജയത്തിൻ്റെ തറയിൽ നിന്നുകൊണ്ട് ഭാവിയിലേക്ക് വരെ ഉള്ള നേട്ടങ്ങളിലേക്ക് ഒരു വലിയ നേതാവിനെ പോലെ ഒരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് നല്ലൊരു വിശേഷമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ ആലിംഗനം ചെയ്യും. ഉഷാറായിട്ട് പ്രവർത്തിക്കാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വേദിയിലുള്ള നേതാക്കളൊക്കെ, നമ്മളെ കമ്മിറ്റി, നിങ്ങളുടെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വളരെ ഇവിടെ മാത്രമല്ല, ഞാൻ നന്മ ധാരാളം പറയണമെന്ന് നിങ്ങൾക്കറിയാം. എനിക്കൊരു വിഷയമില്ല. ഞാൻ പുറത്തൊക്കെ ഈ ഇലക്ഷൻ വിജയം പറയുന്നിടത്തൊക്കെ നേതാക്കളോട്, കോൺഗ്രസിൻ്റെ നേതാക്കളോട്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വോട്ടെണ്ണുമ്പോഴും വോട്ടെണ്ണിനുമൊക്കെ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ടവരെ, ഇതിനുമുമ്പ് നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടി പല കൺവെൻഷനിലും. വളരെ സന്തോഷമുള്ള ഈ സമയത്തും നിങ്ങളെ കാണാനും നിങ്ങളോട് ഈ 2 വാക്ക് പറയാനും, എന്നെപ്പോലുള്ളൊരു എളിയ മനുഷ്യനെ സജ്ജനാക്കിയ ദൈവകാരുണ്യത്തിന് മുമ്പിൽ നമ്മുടെ ശിരസ്കനായിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവങ്ങളായ ജനങ്ങളോട് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട്
എവിടുന്നൊക്കെ വോട്ട് ചെയ്തോ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ല, എവിടുന്നൊക്കെയോ വോട്ട് ചെയ്തു. നമ്മൾ ഈ വിജയത്തിൻ്റെ പേരിൽ ഞാൻ എല്ലാവരോടും UDF മണ്ഡലം സ്റ്റേറ്റ് UDF നേതാക്കളുടെ യോഗത്തിൽ വരെ ഞാൻ പറയണ്ടായി 1-2 തവണ. ഇതിൽ നമ്മൾ അഭിമാനിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവരും പരിഗണിക്കുന്ന ആഘോഷമായിരിക്കണം. ആഘോഷം പോലും എല്ലാവരും പരിഗണിക്കുന്ന ആഘോഷമായിരിക്കും. കാരണം എവിടുന്നൊക്കെയോ വോട്ട് വന്നിട്ടുണ്ട്. അവരെ ഇന്നും നിന്ദിച്ചുകൊണ്ട്, അവരെ ഇന്നും ആക്ഷേപിച്ചുകൊണ്ട്, ഒരു വിജയം പോലും നടത്താത്ത വിധം കൂടുതൽ വിനയാന്വിതരായ ശോഭനമായൊരു ഭാവിയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ഇനി തവനൂർ നിങ്ങളുടെ ഉള്ളംകൈയിലാണ് എന്ന് മാത്രം പറഞ്ഞു.